കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ഫോൺ കോളിൻ്റെ മറുതലയ്ക്കൽ ഒരു മകനാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മയ്ക്ക് യാത്രകൾ പോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഫോൺ കോളിൽ ആദ്യം ചോദിച്ചൊരു കാര്യമുണ്ട്. ചേച്ചി, ഈ യാത്രയ്ക്ക് എൻ്റെ അമ്മ വരികയാണെങ്കിൽ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അമ്മ സന്തോഷമായിട്ടിരിക്കണം എനിക്ക് കാണാൻ പറ്റുമോ എന്ന്. ഒരു മകൻ്റെ ഏറ്റവും ഹൃദയത്തിൽ തട്ടിയുള്ള ചോദ്യം തന്നെയാണത്. ഒരു നിമിഷം മറുപടി എന്ത് പറയും, നമ്മൾ എന്താണ് സാഹചര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല എങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആ മകൻ്റെ ശബ്ദത്തെ എനിക്ക് പരിചിതമാണെന്ന് തോന്നി. പിന്നെ കേൾക്കാനിരുന്നു എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന്. എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ജനിച്ച നാൾ മുതൽ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവരെ അനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് പോയി ഒടുവിൽ എപ്പോഴോ 70 കഴിഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന ഓരോരുത്തരും പലരും മരിച്ചുപോയി, പലരും തിരക്കുകളിലേക്ക് പെട്ടുപോയി. അമ്മയ്ക്കിപ്പോൾ സുഹൃത്തുക്കളില്ല, പിന്നെ ഭർത്താവാണ്, ഭർത്താവിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ആരും ഇല്ലാത്ത അവസ്ഥ, പറയുന്നതൊന്നും കേൾക്കാൻ ആരുമില്ലാത്ത, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്നൊരവസ്ഥ. എവിടെയോ ആ മൗനം അമ്മയുടെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതെയാക്കി. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മകനോട് സ്നേഹമായി പെരുമാറാൻ പോലും മറന്നു പോകുന്ന അവസ്ഥ, സമൂഹത്തിൽ ഇറങ്ങിയൊരു സമൂഹ ജീവിയാണ് എന്ന് പോലും മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആ അമ്മയെ മൗനം ബാധിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് മകൻ ആലോചിക്കുന്നത് എന്താണൊരു പോംവഴി, ഒരു പക്ഷേ യാത്രയ്ക്ക് വന്നാൽ മാറ്റം വരുമോ എന്ന്. യാത്രയ്ക്ക് വരിക എന്നത് മാത്രമല്ല, ഒരു യാത്രയ്ക്ക് വന്ന് മടങ്ങിപ്പോയാൽ മാത്രം പോരാ, ജീവിതകാലം മുഴുവനും ആ മനസ്സ് കേൾക്കാൻ, ആ ഹൃദയത്തിനോടൊപ്പം ചേർന്ന് തുടിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്നൊരു ആവശ്യകതയുണ്ട് എന്ന തിരിച്ചറിവ്. അത് ആ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒന്ന് ഒത്തുചേരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്. അതാണ് സ്പന്ദ. സ്പന്ദ എന്നാൽ ശരിക്കും എന്താണ്? ഹൃദയത്തുടിപ്പിൻ്റെ ആ താളങ്ങളെ പരസ്പരം കേൾക്കുവാനാകുന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല, ഒത്തുചേരണം. നമ്മൾ ഒന്നിനോടും മത്സരിക്കാനല്ല, ഒന്നിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും നേടാനുണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ നേടാം എന്നൊന്നും തീരുമാനിക്കാനല്ല, പക്ഷെ വെറുതെ ഒന്ന് ജീവിക്കാൻ, ഈ നിമിഷം ഒന്ന് ആനന്ദിക്കാൻ, ഒരുമിച്ച് ഒരുപാട് പേരൊപ്പമുണ്ട് എന്ന് തികച്ചും സാന്ത്വനപ്പെടുത്തുവാൻ ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. സ്പന്ദ അതിനുള്ളതാണ്. നമുക്കറിയാമല്ലേ ഇങ്ങനെ ആരോ, ഒരുപക്ഷെ ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരോ ഒരാൾ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ, ബന്ധുക്കളിൽ ഒരാൾ, അവരോട് പറയൂ സ്പന്ദയുണ്ട്.